ഒന്നും 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 ഇമ്മിണി വല്യന്ന് ബേപ്പൂര് സുൽത്താന്റെ ഇമ്മിണി വലിയത കണ്ണൻ പോക്കരെ നിങ്ങൾ കണ്ടീനോ ഒറ്റക്കണ്ണൻ പോക്കരെ നിങ്ങൾ കണ്ടീനോ ആനവാരി രാമൻ നായർ എട്ടുകാലിൽ മമ്മൂനും ആനവാരി രാമൻ നായർ എട്ടുകാലിൽ മമ്മൂനും പൊൻകുരിശ് തോമ പിന്നെ മണ്ടൻ മുത്തപ്പ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വയലാലിലെ വീട്ടിലാണ്. ബഷീറിൻ്റെ, നിങ്ങൾക്ക് അറിയാലോ, വയലാലിൽ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും. ബഷീറിൻ്റെ വീട്ടിലാണ്. രാവിലെ 10:30 മണിക്കാണ് ഇവിടെ പരിപാടികൾ തുടങ്ങുന്നത്. സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 9:30 മണി ആയിട്ടില്ല, 9:15 ഉള്ളൂ. വടയം നോർത്ത് LP സ്കൂളിലെ അധ്യാപികമാരും കുട്ടികളുമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ബഷീറിൻ്റെ കഥകൾ വായിക്കാത്തവർക്ക് കൂടി ബഷീറിൻ്റെ കഥാപാത്രങ്ങൾ അറിയാം എന്ന് പണ്ട് NP മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്താണ് ബഷീറിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം. ബേപ്പൂര് സുൽത്താന്റെ ഇമ്മിണി വല്യകഥ ഒന്നും 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 ഇമ്മിണി വല്യന്ന് ബേപ്പൂര് സുൽത്താന്റെ ഇമ്മിണി വല്യകഥ കണ്ണൻ പോക്കരെ നിങ്ങൾ കണ്ടീനോ ഒറ്റക്കണ്ണൻ പോക്കരെ നിങ്ങൾ കണ്ടീനോ ആനവാരി രാമൻ നായർ എട്ടുകാലിൽ മമ്മൂനും ആനവാരി രാമൻ നായർ എട്ടുകാലിൽ മമ്മൂനും പൊൻകുരിശ് തോമ പിന്നെ മണ്ടൻ മുത്തപ്പ പൊൻകുരിശ് തോമ പിന്നെ മണ്ടൻ മുത്തപ്പ. എന്താ മോളെ പേരെന്താ? ഇനിക. വളരെ നന്നായിട്ട് പാടി. ഈ അധ്യാപികമാരൊന്നും ആദ്യം പരിചയപ്പെടുത്താതെ. എൻ്റെ പേര് സുബൈറാണ്. വടയം നോർത്ത് LP സ്കൂളിൽ നിന്ന്, കുറ്റ്യാടി. ടീച്ചറെ പറയും. എൻ്റെ പേര് സബിത, വടയം നോർത്ത് LP സ്കൂളിൽ നിന്ന് വരുന്നു, മക്കളെയും കൂട്ടി. ഞാനും സബിത, വടയം നോർത്ത് LP സ്കൂൾ എച്ചമാണ്. ഈ കുട്ടികളെ എങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ എപ്പോഴാണ് തോന്നിയത്? ഐഡിയ തോന്നിയിട്ട് കുറേ വർഷങ്ങളായി. പക്ഷെ നമ്മൾ ചെറിയ കുട്ടികളും പിന്നെ പരിമിതികളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ദൂരെയും അല്ല. അതപ്പോൾ ഞങ്ങള് ഏതാണ്ട് 40 കിലോമീറ്റർ ഏതാണ്ട് 60ഓളം കിലോമീറ്റർ അകലെ നിന്നാണ് ഈ ടീച്ചർമാരൊക്കെ വരുന്നത്. ടീച്ചറെ, ഞാൻ രമ. അപ്പോൾ ഇത്രയും ടീച്ചർമാരും അധ്യാപകരും കുട്ടികളുമാണ് ഇവിടെ കൂടിയത്. നമുക്ക് ഈ ബഷീറിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ആരാണ്? അലോന എവിടെ? അലോന. ഇവര് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടുന്നാണ് കഴിച്ചത്. ഞാൻ വരുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ പഴം കഴിക്കുകയാണ്. കുട്ടികൾ അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണുന്നത്, നമ്മുടെ പശ്ചാത്തലത്തിൽ കാണുന്നത് ബഷീറിന്റെ വീടാണ്. ബഷീറിന്റെ വീട്ടിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മാങ്കോസ്റ്റീൻ മരം വലതുഭാഗത്തായി ഇപ്പം ദൂരത്തുനിന്ന് കാണാൻ പറ്റില്ല. വലതുഭാഗത്ത് മാങ്കോസ്റ്റീൻ മരമുണ്ട്. അപ്പോൾ നമ്മളോട് ബഷീറിന്റെ വിശേഷങ്ങൾ, ബഷീറിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നത് അലോന അല്ലേ? അലോന ഏത് ക്ലാസ് പഠിക്കുന്നത്? 4ാം ക്ലാസ് പഠിക്കുന്ന അലോനയാണ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. അലോന പറയും. എനിക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം മജീദും സുഹറയുമാണ്. മജീദും സുഹറയും ബാല്യകാല സഖിയിലെ കഥാപാത്രങ്ങളാണ്. എനിക്ക് ആ കഥ വളരെ ഇഷ്ടപ്പെട്ടു. ബഷീർ എഴുതിയ ഒരു കൊച്ചു മനോഹരമായ കഥയാണിത്. വേറെ ഇനി ആർക്കാ പറയാനുള്ളത് ബഷീറിനെ കുറിച്ച്? എന്താ മോളെ പേരെന്താണ്? എന്താണ്? ധ്രുവ പറയൂ ബഷീറിനെ കുറിച്ച്. വിശ്വവിഖ്യാതമായ മൂക്ക്. കുശനി പഠിക്കാരന്റെ ഒരു കഥയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ആരൊക്കെയാണ് ബഷീറിന്റെ? മോളാദ്യം പേര് പറയും. അവനെ സർ. പറയൂ. എനിക്കിഷ്ടപ്പെട്ട കഥ ബഷീർ കൃതിയാണ് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഇതിലെ കഥാപാത്രങ്ങൾ ഒറ്റക്കണ്ണൻ പോക്കറും മുച്ചീട്ട് കളിക്കാരനും സൈനബയുമാണ്. ഇത് വളരെ മനോഹരമായ ഒരു കഥയാണ്. ഇതിൽ എല്ലാ കഥാപാത്രങ്ങളെയും മോക്ക് ഇഷ്ടമാണ് അല്ലേ? വേറെ ആരാണ് ബഷീറിന്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നത്? അപ്പോൾ നമുക്കറിയാം, ഈ ചെറിയ കുട്ടികൾ ബഷീറിന്റെ കഥാപാത്രങ്ങളായ സുഹറയെ കുറിച്ച്, മജീദിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബാല്യകാല സഖിയുടെ 80ാം വർഷമാണിത് ഇന്ന്. അപ്പം ബഷീറിന്റെ കൃതികളിൽ ഇപ്പോഴും ഈ ചെറിയ കുട്ടികൾ ഒരുപക്ഷെ എല്ലാ കൃതികളൊന്നും വായിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമുക്കറിയാം ബഷീറിന്റെ കൃതികളിൽ സുഹറ, 7 വയസ്സുകാരിയായ സുഹറ, 9 വയസ്സുകാരനായ മജീദ്, ഒരുപക്ഷെ ഒന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇപ്പോഴും ആ കുട്ടികൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ സംഭവം എന്നറിയോ? എങ്ങനെയാണത്? ഒരു പുഴയും
വലിയൊരു പുഴയാകുന്നു. അതെ 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 നമുക്കൊക്കെ അറിയാവുന്ന പോലെ തലയോലപ്പറമ്പിൽ ബഷീർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ബഷീർ കുന്നിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഇടതു ഭാഗത്തു നിന്ന് ഒരു പുഴ ഒഴുകി വരുന്നു, വലതു ഭാഗത്തു നിന്ന് മറ്റൊരു പുഴ ഒഴുകി വരുന്നു. അങ്ങനെ 2 പുഴകൾ ഒഴുകി കൂടിയപ്പോൾ ഒറ്റ പുഴയായി മാറി. അപ്പോൾ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം 1 2 അല്ല എന്നും, കണക്ക് ക്ലാസ്സിൽ മാത്രം 1 2 എന്ന് പഠിച്ചാൽ മതിയെന്നും, ജീവിതത്തിൽ 1 ഏറ്റവും വലിയ ഇമ്മിണി വലിയ ഒന്ന് ആണ് എന്നും നമ്മളോട് പറഞ്ഞത്, കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. അപ്പം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു, മണ്ടൻ മുത്തപ്പയെ കുറിച്ച് പറഞ്ഞു, സൈനബയെ കുറിച്ച് പറഞ്ഞു, ഒറ്റക്കണ്ണൻ പോക്കറിനെ കുറിച്ച് പറഞ്ഞു, എട്ടുകാലി മമ്മൂഞ്ഞിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് നാരായണിയുണ്ട്, മതിലുകളിൽ നാരായണിയുണ്ട്. പലരും സിനിമ കണ്ടിട്ടുണ്ടാവും. ബാല്യകാല സഖി എന്ന് മലയാള പത്രത്തിൽ മമ്മൂട്ടി ബാല്യകാല സഖിയെക്കുറിച്ച് പറയുന്നുണ്ട്. മമ്മൂട്ടി ബാല്യകാല സഖിയെ പറ്റി പറയാൻ എന്താ കാരണം? ബാല്യകാല സഖി എന്ന് പറയുന്നത് സിനിമയായപ്പോൾ അതിൽ ബഷീറായി അഭിനയിച്ചത് നിങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട ആ സിനിമ കണ്ട? ആ സിനിമ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമിലുണ്ടാവും, കാണണം. അതിൽ മജീദ്, സുഹറ, പിന്നെ പാത്തുമ്മയുടെ ആട് അല്ലേ, പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന ബഷീറിൻ്റെ വളരെ വളരെ വിഖ്യാതമായ കൃതിയുണ്ട്. അങ്ങനെ ഒരുപാട്. അപ്പം നേരത്തെ എനിക്ക് തോന്നുന്നു NP മുഹമ്മദ് പറഞ്ഞ പോലെ ബഷീർ കൃതികൾ വായിക്കാത്തവർക്ക് കൂടി ബഷീറിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഏതായാലും വളരെ അകലെ നിന്ന് വന്ന കുറ്റ്യാടിയിലെ ഈ വടയം നോർത്ത് LP സ്കൂളിലെ ഗവൺമെൻറ് സ്കൂളല്ലേ, എയ്ഡഡ് സ്കൂളാണ്. എയ്ഡഡ് സ്കൂളിലെ ഈ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ വളർന്നു വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ മക്കളോട് ഈ കഥകൾ പറഞ്ഞു കൊടുക്കാൻ. കാരണം ബഷീറിൻ്റെ ഒരു പ്രത്യേകത കൂടി നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പറയാം. സാധാരണ സാഹിത്യം എന്ന് പറഞ്ഞാലേ ഈ എന്താ പറയുക, കള്ളത്തരങ്ങളെ സത്യങ്ങളായി അവതരിപ്പിക്കുകയാണ് സാഹിത്യകാരന്മാർ ചെയ്യുക. ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയുകയാണ് ചെയ്യുക. പക്ഷേ ലോകത്തൊരൊറ്റ സാഹിത്യകാരൻ മാത്രമേ ഉള്ളൂ നേരായ കാര്യങ്ങളെ, സത്യസന്ധമായ കാര്യങ്ങളെ കള്ളത്തരമായി അവതരിപ്പിച്ച ഒരേ ഒരാൾ ബഷീറാണ്. കാരണം ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടൊക്കെ ബഷീറിൻ്റെ സ്വന്തം കഥയാണ്. പക്ഷേ അത് നമ്മൾ വായിക്കുമ്പോൾ ഒരു കഥയാണെന്ന് തോന്നും, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച കഥയാണെന്ന് തോന്നും. അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ബഷീറിൻ്റെ ഇവിടെ ഇരിക്കുമ്പോൾ ബഷീറിൻ്റെ മകള് ഷാഹിനയുണ്ട്, അനീസുണ്ട്, എല്ലാവരും ഇത് പരിചയപ്പെടുക കേട്ടോ. ഒരുപാട് വലിയ ആൾക്കാരൊക്കെ വരുന്ന വേദിയാണ്. അവരുടെ പ്രസംഗം കേൾക്കുക, ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അറിയിക്കുകയാണ്. കലാകൗമുദിയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളൊക്കെ വളർന്ന് വായിക്കുക. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ബഷീറിൽ നിന്ന് കുഞ്ഞുണ്ണി മാഷിൽ വരെ എത്തി. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരവും പറയുന്നു. ഓക്കെ, താങ്ക് യു.